പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 2-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ ഈ പുതിയ മാസത്തിൻ്റെ പുത്തൻ വർക്കിംഗ് വീക്കിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 10-ാം വാക്യം. പ്രോവേർബ്സ് ചാപ്റ്റർ 4 വേഴ്സ് 10 നാം ഇപ്രകാരം വായിക്കുന്നു: മകനെ, കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. സദൃശ്യവാക്യങ്ങൾ മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ഉതകുന്ന അനുദിന മാർഗനിർദ്ദേശങ്ങളായി നാം വചനത്തിൽ നിന്നും അനുഭവിക്കുന്നു. ഒരു മാസത്തിൻ്റെ അതാത് ദിവസത്തേക്കുള്ള ഓരോ ദിനങ്ങളിലേക്കുമുള്ള ഗൈഡ് ലൈനായി നമുക്കതിനെ ഉപയോഗിക്കാം. അങ്ങനെ 31 അധ്യായങ്ങളുള്ള സദൃശ്യവാക്യങ്ങൾ അതാത് തീയതിക്ക് അനുസൃതമായി നാം വായിച്ച് അത് മനനം ചെയ്തു പോയാൽ ഒരു മനുഷ്യ ആയുസ്സിൽ പാലിക്കാവുന്ന ഏറ്റവും ഉത്തമമായ മാതൃകയായിരിക്കും അത്. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ പറയുകയാണ്: മകനെ, കേട്ട് എൻ്റെ വചനത്തെ കൈക്കൊള്ളുക. ദൈവവചനം നാം എത്രത്തോളം ഉൾക്കൊള്ളണം, സ്വീകരിക്കണം, കൈകാര്യം ചെയ്യണം, അതിനെ അംഗീകരിക്കണം എന്നത് ഇതാ ഈ വാക്യത്തിൽ കൂടെ വ്യക്തമാക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അങ്ങനെയായാൽ നാം ദീർഘായുസ്സോടിരിക്കും. ഇന്ന് മനുഷ്യൻ യുവത്വം നിലനിർത്തുവാൻ, ദീർഘായുസ് ലഭിക്കുവാൻ പലവിധ മാർഗങ്ങൾ അവലംബിക്കുന്നു. ചിലർ ആത്മീയത തന്നെ കൈ മുതലാക്കി തുടരുന്നവരുണ്ട്. ചിലർ പല വിധങ്ങളിലുള്ള മെഡിസിൻ എടുക്കുന്നു. വ്യായാമ മുറകൾ, ആഹാരത്തിൻ്റെ നിഷ്ഠകൾ, പ്ലാസ്റ്റിക് സർജറികൾ എന്നു വേണ്ട. ഇന്ന് ആരോഗ്യവും സൗന്ദര്യവും യുവത്വവും ഒപ്പം ആയുസ്സും നിലനിർത്തുവാൻ മനുഷ്യൻ പെടാപ്പാട് പെടുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്: ദീർഘായുസ്സോടിരിക്കുവാൻ നാം ദൈവവചനത്തെ കൈക്കൊള്ളണം. വചനം നാം പഠിക്കുമ്പോൾ അനേക ഭാഗങ്ങളിൽ ദീർഘായുസ്സോടിരിക്കുവാനുള്ള പോംവഴികൾ പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനത്തിൽ പറയുന്നത് വചനം കേട്ട് അതിനെ സ്വീകരിക്കണം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരു ദിവസം എരിഞ്ഞടങ്ങുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, എന്തെല്ലാം കാണുന്നുണ്ട്, എന്തെല്ലാം വായിക്കുന്നുണ്ട്, എന്തിനെല്ലാം സമയം ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ ദൈവവചനത്തിന് നാം എത്രത്തോളം മുൻസ്ഥാനം കൊടുക്കുന്നു, സമയം കൊടുക്കുന്നു? വന്ന് ഇന്ന് വേദപുസ്തകം കൊണ്ട് ഡിജിറ്റലായി മൊബൈലിൽ ആയതോടുകൂടി വേദപുസ്തകത്തിനോടുള്ള ഭയഭക്തിയും ആദരവും, ചുരുക്കത്തിൽ വായനയും നിന്നുപോയി എന്ന് വേണം പറയുവാൻ. ദൈവാലയത്തിലൊക്കെ ഇന്ന് പോയാൽ ഒരു യാത്രയ്ക്ക് പോകുന്ന ലാഘവത്തോടെ കൈയും വീശി പോകുന്ന അവസ്ഥയിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. പോരാ, നാം ദൈവവചനത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുകയും ജീവിതത്തിൽ
അത് സ്വീകരിക്കുകയും ചെയ്താൽ നിശ്ചയമായും നന്മ പ്രാപിക്കും. നാം ദീർഘായുസ്സോടെ ഇരിക്കുവാൻ വചനം നമ്മെ ഇടയാക്കും. ഈ വചനം പാലിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ആയുസ്സിന്റെ മധ്യേ രോഗമോ അപകടമോ മറ്റെന്തെങ്കിലും കാരണത്താൽ മരിക്കുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നേക്കാം. ദീർഘായുസ്സോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കാലനില്ലാത്ത കാലം എന്നുള്ള പണ്ടുള്ള മലയാള പാഠപുസ്തകത്തിലെ കവിതയെ ഓർമ്മിപ്പിക്കുകയല്ല. നമ്മൾ ആയിരിക്കുന്ന കാലയളവിൽ മനസ്സമാധാനത്തോടെ, തൃപ്തിയോടെ, സന്തോഷത്തോടെ ആയിരിക്കുവാൻ കഴിയും. അത് ദൈവവചനത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് വിശ്വസിച്ച് കൈക്കൊണ്ട് പോകുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ ശരിക്കുമുള്ള സന്തോഷം ലഭിക്കത്തുള്ളൂ, സമാധാനം ലഭിക്കുകയുള്ളൂ. അല്ല എങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും ആരാധനയ്ക്ക് പോകുമ്പോഴും കൂട്ടായ്മ കൂടുമ്പോഴും ഒക്കെ ഈ സന്തോഷമുണ്ട്. അത് കഴിഞ്ഞാൽ പഴയതിനെക്കാട്ടിലും ഭീകരമായ ദുഃഖങ്ങളും വേദനകളും നിരാശകളുമാണ്. അങ്ങനെയെങ്കിൽ നാം ദൈവവചനം വേണ്ടവണ്ണം കൈക്കൊള്ളുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ 2-ാം തീയതി തിങ്കളാഴ്ച അതിരാവിലെ അവരവർ ഒന്ന് ചിന്തിച്ചാട്ട്, ഞാൻ വേണ്ടവണ്ണം ദൈവവചനത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടോ? സമയം കണ്ടെത്തുന്നുണ്ടോ? വചനം വായിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ഈ ജീവജല വാഗ്ദത്ത വചനം ഉൾപ്പെടെ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ടാവാം. അടുക്കളയിൽ പാചകം ചെയ്യുന്ന അമ്മമാർ ഇത് കേട്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ പാചകത്തിൽ മുഴുകുന്നത്. അങ്ങനെ യാത്രാമധ്യേയുള്ളവർ വിവിധ നിലകളിലാ, സമ്മതിച്ചു. ഇങ്ങനെയുള്ള വചനങ്ങളും പ്രസംഗങ്ങളും കേൾക്കുന്നതല്ല ദൈവവചനം വായിച്ച് ഗ്രഹിക്കുന്നത്. അതിന് നിങ്ങൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ് ഒരു 15 മിനിറ്റെങ്കിലും സമയം കണ്ടെത്തി ഇരുന്ന് വായിച്ച് ആ വചനം എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ചാൽ നിശ്ചയമായും ദീർഘായുസ്, സമാധാനം, സന്തോഷം, സംതൃപ്തി എന്നിവ നമുക്ക് കൈവരിക്കുവാൻ കഴിയും. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്നല്ല പ്രിയമുള്ളവരെ. പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതലിന് ആരോഗ്യ വിഷയങ്ങളുണ്ട്, സാമ്പത്തിക വിഷയങ്ങളുണ്ട്, കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ, മാതാപിതാക്കളുടെ, മക്കളുടെ, ജോലിയുടെ, വരുമാനത്തിന്റെ, നിയമത്തിന്റെ, നിലനിൽപ്പിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ അവിടെയൊക്കെ അതിനെ സധൈര്യം നേരിടുവാനും സന്തോഷത്തോടെ അതിനെ അതിജീവിക്കുവാനും ഈ ദൈവത്തിന്റെ വചനം നമ്മെ സഹായിക്കും. അങ്ങനെയെങ്കിൽ 2024 9-ാം മാസത്തിന്റെ ആദ്യത്തെ വർക്കിംഗ് ഡേയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സ്വയം തീരുമാനിക്കുക, ഞാൻ ദൈവവചനത്തിന് സ്ഥാനം കൊടുക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറും, ഭാരങ്ങൾ മാറും. ഏതെങ്കിലും വിഷയത്താൽ വ്യാകുലത്തോടെ, ഭാരത്തോടെ ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിച്ചു. ഈ മാസം എനിക്ക് ചെയ്തു തീർക്കേണ്ടതായ നിയമകാര്യങ്ങൾ, കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ, ജോലി, യാത്ര, വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം നടക്കേണ്ടതായിട്ടുണ്ട്. എന്റെ മുൻപിൽ മാനുഷികമായി ഒരു വഴിയുമില്ല. അങ്ങനെയുള്ളവരോട് ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, മകനെ, കേട്ട് ദൈവവചനത്തെ കൈക്കൊള്ളുക. ആ വചനത്തിൽ ആശ്രയിച്ചുറച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ഈ ദിനം, ഈ പുതിയ ആഴ്ചവട്ടം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി തീരട്ടെ. അതിന്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പുതിയ ഒരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചുവല്ലോ. അങ്ങയിൽ നിന്നും ദിനംതോറും അനുഭവിക്കുന്ന നന്മകൾക്ക് നന്ദിയുള്ളവരായി സ്തോത്രത്തോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നതിന്റെ മക്കളെ ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കണം. സമാധാനത്തോടും സന്തോഷത്തോടും ദൈവകൃപയോടും ദീർഘായുസ്സോടും കൂടെ ഇരിപ്പാൻ ഞങ്ങൾ വചനം കേട്ട് അതിനെ ഉൾക്കൊണ്ട് സ്വീകരിച്ച് അനുസരിക്കണമെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഗമന ആഗമനങ്ങളെ ഒക്കെ അവിടുന്ന് സൂക്ഷിക്കണം. ദൈവ കൃപകൾ കൊണ്ട് ഞങ്ങളെ പൊതിയണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിനം നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സന്തോഷത്തിന്റെ ദിനമാവട്ടെ, അനുഗ്രഹത്തിന്റെ ദിനമാവട്ടെ. ദുഃഖം മാറിപ്പോകട്ടെ. നിരാശകൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. നിങ്ങളുടെ സങ്കടങ്ങളെ യേശു അപ്പച്ചൻ മാറ്റിത്തരട്ടെ. എല്ലാ അർത്ഥത്തിലും വചനത്തിന് മുൻസ്ഥാനം കൊടുത്ത് വചനത്തെ അനുസരിച്ച് വചനം പാലിച്ച് ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി നാം ഈ ലോകത്തിന്റെ ഏതു വൻകരയിലായിരിക്കുന്നോ അവിടെയെല്ലാം വിശ്വസ്ത സാക്ഷികളായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.